ഞാനിപ്പോൾ ഉള്ളത് കരുവള്ളൂർ കുണിയനിലുള്ള അബ്ദുൾ അസീസിൻ്റെ വീട്ടിലാണ്. ഇതൊരു അടിപൊളി ഇൻറ്റീരിയറിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. തകർപ്പൻ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന വളരെ മോഡേൺ ആയിട്ടുള്ള എല്ലാം, ഈവൻ ഡോറിൻ്റെ ലോക്ക് വരെ അൾട്രാ മോഡേൺ സംഭവങ്ങളാണ്. അത്രയും നല്ലൊരു വീടിൻ്റെ ഇൻറ്റീരിയറാണ് ഞാനിപ്പോൾ ഇത് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽസ്, സാനിറ്ററി വെയർ ഒക്കെ നമ്മൾ സുശാന്ത് സെറാമിക്സ് സപ്ലൈ ചെയ്താണ്. അപ്പോൾ നമുക്കൊന്ന് അബ്ദുൾ അസീസിനെയും അദ്ദേഹത്തിൻ്റെ വീടിനെയും പരിചയപ്പെടാം. അബ്ദുൾ അസീസ് ഒരു ഫർണിച്ചർ മാനുഫാക്ചർ ആണ് അല്ലേ? അൽബൈത്ത് എന്ന് പറയുന്ന അൽബൈത്ത് ഫർണിച്ചർ എവിടെയൊക്കെയാണ് ഇവിടെ എല്ലായിടത്തും ഉണ്ടോ? കേരള, കർണാടക. അതല്ലേ, കേരള കർണാടക മൊത്തം സപ്ലൈ മാനുഫാക്ചറിങ് ആണ്. അപ്പോൾ നമ്മളൊരു വലിയൊരു ബിസിനസ്സുകാരനാണ് ഇത് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു വീടാണ്. അപ്പോൾ തീർച്ചയായും ഞങ്ങൾ വളരെ ലക്കിയാണ്. ഇത്രയും നല്ലൊരു വീട്ടിൽ ടൈൽസ്, സാനിറ്ററി വെയർ ഒക്കെ സപ്ലൈ ചെയ്യാൻ പറ്റിയത് ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ വീടിൻ്റെ 2000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഫ്ലോർ ഏരിയ ചെയ്തിരിക്കുന്നത് നമ്മൾ സിമോള എന്ന കമ്പനിയുടെ ഒണിക്സ് നാച്ചുറൽ ഡിജി മാറ്റ് എന്ന ടൈൽ ഉപയോഗിച്ചാണ്. നിങ്ങൾക്ക് ഫ്ലോറിൽ കാണുന്ന പോലെ തന്നെ ഇതൊരു ക്ലൗഡി പാറ്റേണിലുള്ള വൈറ്റ് ടോണിലുള്ള ടൈലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഡിജി മാറ്റ് അഥവാ പോഷ് ഫിനിഷിലുള്ള ടൈലാണ്. ഡിജി മാറ്റ് ടൈലുകൾ ഇപ്പോൾ ടൈൽസിലെ ഏറ്റവും നൂതനമായ, ഏറ്റവും ലേറ്റസ്റ്റായ, ഏറ്റവും ക്വാളിറ്റിയുള്ള ടൈൽ സർഫസാണ്. ഡിജി മാറ്റ് ടൈലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഹൈലി സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. അതേപോലെ തന്നെ സീറോ ഗ്ലെയർ ടൈലുകളാണ്, ആൻറ്റി സ്റ്റെയിൻ ടൈലുകളാണ്. അപ്പോൾ നമ്മളൊരു വീടിൻ്റെ സർഫസിൽ സാധാരണയായിട്ട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സ്ക്രാച്ച് വീഴുക, കറ പിടിക്കുക എന്നൊക്കെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഹൈ ഗ്ലെയറുള്ള ടൈലുകൾ നമ്മൾ വീടുകളിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച പോലെയാണ് ഉണ്ടാവുക, അത്രയും ഗ്ലെയർ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ അങ്ങനെയുള്ള ഒരു ന്യൂനതകൾ ഓവർകം ചെയ്യുന്ന ടൈലുകളാണ് ഡിജി മാറ്റ് ടൈലുകൾ. ഡിജി മാറ്റ് ടൈലുകൾ നമുക്ക് ഒരു മൈക്രോ അബ്രേഷൻ, അതായത് സ്ക്രാച്ചസ് 100% സ്ക്രാച്ചസ് അവോയ്ഡ് ചെയ്യുന്ന ടൈലുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫർണിച്ചേഴ്സ്, അതുപോലുള്ള ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഇതിലൂടെ മൂവ് ചെയ്താൽ പോലും സ്ക്രാച്ചസ് തീരെ വീഴാത്ത തരത്തിലുള്ള സർഫസാണ് ഡിജി മാറ്റ് ടൈലുകളുടെ സർഫസ്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറും ചെയ്തിരിക്കുന്നത് ഈ ഒണിക്സ് നാച്ചുറൽ വൈറ്റ് ഡിജി മാറ്റ് ടൈലുകളെ കൊണ്ടാണ്. ഇതൊരു വൈറ്റിൽ ക്ലൗഡി ഫിനിഷാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീടിനകത്ത് നല്ല പ്രകാശം കിട്ടുന്ന രീതിയിലാണ് ഈ ടൈലുകളുടെ ഒരു കളർ ടോൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 3mm സ്പേസർ ചെയ്തുകൊണ്ട് ഗ്ലിറ്ററിങ് എപ്പോക്സിയാണ് ഇതിൽ ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ കിച്ചണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ വീടിൻ്റെ കിച്ചൺ ശരിക്കും പറഞ്ഞാൽ ടോട്ടലി ഇതിൻ്റെ ലിവിങ് സ്പേസുമായിട്ട് മെർജ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഈ കിച്ചൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ എന്ന് മാത്രമല്ല, ഒരു ടോട്ടൽ മെർജിങ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ ആയിട്ടും ലിവിങ് റൂമുമായിട്ടുള്ളൊരു ടോട്ടൽ മെർജിങ്ങിൽ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 6x4 ഈ ടൈല് തന്നെയാണ്, സിമോളയുടെ ടൈല് തന്നെയാണ് ഇവിടെയും കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന വാർഡ്രോബ്സ് കണ്ടാൽ മനസ്സിലാവുന്നത് ഒരു ഒലീവ് ഗ്രീൻ കളറുള്ള വാർഡ്രോബ്സാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് കളറുള്ള ടൈലിന് എക്സാക്ട്ലി മാച്ചിങ് ആയ രീതിയിലാണ് ഇതിൻ്റെ ഫ്ലോറും അതുപോലെ തന്നെ കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ പോയിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കിച്ചണിൻ്റെ സ്ലാബ് ഇതൊരു വളരെ വെറൈറ്റി സ്ലാബാണ്. കജാരിയുടെ റോയൽ കോഡ്സ് എന്ന് പറയുന്ന ഒരു ഹൈലി പ്രീമിയം ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സ്ലാബാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റ് തീമിലുള്ളതാണ്. വൈറ്റ് തീമിൽ സ്മോൾ ക്വാഡ്സ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ക്വാഡ്സിൽ തീർത്ത ഒരു സ്ലാബാണെന്ന് മാത്രമേ ആരും പറയുള്ളൂ. അപ്പോൾ കജാരി ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് കറയെക്കുറിച്ചോ അതുപോലെ സ്ക്രാച്ചിനെ കുറിച്ചോ ഇതിൽ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നല്ലൊരു വൈറ്റ്നെസ് കിട്ടുന്ന ഒരു ടൈല് കൂടിയാണ് കജാരിയുടെ റോയൽ കോഡ്സ് എന്ന സീരീസിലുള്ള ടൈലുകൾ. ഇതിൻ്റെ സൈസ് വരുന്നത് 800 x 2400 mm ആണ്. അതായത് 8 feet ലെങ്ത്തും 2.5 അടി വീതിയുള്ള 15 mm തിക്നെസ്സിലുള്ള സ്ലാബുകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
ഈ കിച്ചൻ്റെ ഡാഡോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കജാരിയുടെ തന്നെ 4x2 സൈസിലുള്ള ടൈലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്ലാബുമായിട്ട് കറക്റ്റായിട്ട് മെർജ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഡാഡോ ടൈലും കൊടുത്തിരിക്കുന്നത്. അത് കജാരിയുടെ ടൈൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് TV യൂണിറ്റ് മുന്നിലുള്ള ഒരു ഏരിയ ആണ്. ഇത് വുഡൻ പ്ലാങ്ക്സ് ടൈലുകൾ കൊണ്ട് ഈ ഒരു ഏരിയ മാത്രം ഹൈലൈറ്റ് ചെയ്തിരിക്കും. 6x4 ടൈല് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്ത് അതിനുശേഷം ഈ ഒരു സ്മോൾ ഏരിയ വുഡൻ പ്ലാങ്ക്സ്, വുഡൻ സ്ട്രിപ്സ് വെച്ചിട്ട് പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഇത് കജാരിയുടെ ചെറി ബീച്ച് എന്ന് പറഞ്ഞ ഒരു ടൈലാണ്. നല്ലൊരു കളറാണ്, ബീച്ച് വുഡുകളുടെ നിറത്തിലുള്ള ഒരു ടൈലാണത്. നല്ല ഒരു ഒറിജിനാലിറ്റി, നമുക്ക് ആ ബീച്ച് വുഡിൻ്റെ ഒറിജിനാലിറ്റി നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക ഏരിയ ഹൈലൈറ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഒരു സെക്കൻഡ് കിച്ചണാണിത്. ഇവിടെയുള്ള ടൈലുകൾ ഒരു വെറൈറ്റി ടൈലുകൾ തന്നെയാണ്. ഇത് മൊറോക്കൻ ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 2x2 സൈസിലുള്ള മൊറോക്കൻ ടൈലുകൾ, ക്രിയൻസയുടെ മൊറോക്കൻ ടൈലാണ്. വിട്രിഫൈഡ് ടൈൽ തന്നെയാണ്. വളരെ കളർഫുള്ളായിട്ടാണ് ഈ ഒരു ചെറിയൊരു ഏരിയ ആണെങ്കിലും വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. പക്ഷേ വളരെ കളർഫുള്ളായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോർ ഉപയോഗിച്ചിരിക്കുന്നത് കജാരിയുടെ മക്കാവോ ഗ്രിസ് എന്ന് പറഞ്ഞൊരു മാറ്റ് ടൈലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ആൻറ്റി സ്കിഡ് ആയിരിക്കുന്ന ഒരു ടൈലാണ്. ഒരു മീഡിയം ഡാർക്ക് ഗ്രേ ടൈലാണ് മക്കാവോ ഗ്രിസ്. ഇതിൻ്റെ വോള് ചെയ്തിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രേയിഷ് ടോണിലുള്ള റാഞ്ച് മിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടൈലാണ്. ഇതും കജാരിയുടെ 4x2 ഗ്രസ്റ്റഫ് ടൈലാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണും, ഇതിൻ്റെ 4mm സ്പേസ് ഇട്ടിട്ട് ഇതിൽ ഗ്ലിറ്ററിങ്ങിൽ എപ്പോക്സി ചെയ്തിരിക്കുന്നു. ഫ്ലോറും വോളുമായിട്ട് നല്ലൊരു പെർഫെക്റ്റ് ബ്ലെൻഡിലാണ് ഇതിൻ്റെ കളേഴ്സ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ മെയിൻ ഫ്ലോർ ടൈല് ഒണിക്സ് വൈറ്റ് നാച്ചുറൽ ഹാളിൽ നിന്നും കണ്ടിന്യൂഷനായിട്ട് ഇതിലേക്ക് വന്നിരിക്കുകയാണ്. സെയിം ടൈൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഫർണിച്ചേഴ്സിന് നല്ല ചേർച്ചയുണ്ട്. നല്ല ലൈറ്റ് റിഫ്ലക്ഷൻ കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ മറ്റുള്ള ഫർണിച്ചേഴ്സ് കൂടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ബീച്ച് കളറിലുള്ള തീമാണ് മൊത്തം കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബാത്റൂമാണിത്. ഇതിൽ ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ വാൾ ടൈൽ ചെയ്തിരിക്കുന്നത് കജാരിയുടെ ആംബർ സീരീസിലുള്ള ഒരു കാർവിംഗ് ടൈലും പ്ലെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നത് ജെനിസിസ് സിമെൻ്റ് എന്ന ടൈലുമാണ്. ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത് മക്കാവോ മിസ്റ്റ് എന്ന് പറഞ്ഞാൽ കജാരിയുടെ 4x2 ടൈലാണ്. എല്ലാം 4x2 സൈസിലുള്ള ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഹൈലൈറ്റിംഗ് പോർഷനിലേക്ക് വേണ്ടിയിട്ട് ആംബർ സീരീസിലുള്ള കാർവിംഗ് ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് ഗ്രേ മിക്സുള്ള ടൈലുകളാണത്. വളരെ മനോഹരമായിട്ടാണ് ഈ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ടൈലും അതേപോലെ തന്നെ ഇതിൻ്റെ ബാത്റൂം ആക്സസറീസൊക്കെ അതിൻ്റെ കളേഴ്സും ഷേപ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. പിന്നെ കജാരിയുടെ ടൈലുകളായതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ 100% വാട്ടർ പ്രൂഫാണ് ഈ ടൈലുകൾ. അതുകൊണ്ട് തന്നെ തീരെ ബാത്റൂമിൽ നമ്മൾ എത്ര തന്നെ വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാലും തീരെ വാട്ടർ അബ്സോർബ് ചെയ്യാത്ത ടൈലുകളാണ് കജാരിയുടെ 4x2 സീരീസിലുള്ള ഗ്രസ്റ്റഫ് ടൈലുകൾ. അതുകൊണ്ട് തന്നെ നമുക്കതൊരു തൊട്ട് അടുത്ത ചുമരിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നു അല്ലെങ്കിൽ ലീക്കേജ് വരുന്നുള്ളൊരു പേടിയുടെ ആവശ്യമില്ല. ഇത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു കോമൺ ബാത്റൂമാണിത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കജാരിയുടെ തന്നെ ഫുൾ ബോഡി ടൈലുകളാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്തിരിക്കുന്നത്. ഫുൾ ബോഡി ടൈൽ എന്ന് പറഞ്ഞാൽ വൈറ്റ് ടോണിലുള്ള K12657 പോളിഷ് എന്നൊരു ടൈലും അതുപോലെ തന്നെ K12655 പോളിഷ് എന്ന മറ്റൊരു ഫുൾ ബോഡി ടൈലാണ്. അത് ഹൈലി റിച്ച്നെസ് ഉള്ള, നമുക്ക് അത്രയും നല്ലൊരു റിച്ച് ഫീലിംഗ് കിട്ടുന്ന ടൈലുകളാണ്. വളരെ മനോഹരമായിട്ട് ഒരു ഒലിവ് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണത്. വളരെ മനോഹരമായിട്ട് ഈ ബാത്റൂം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളറുള്ള മാറ്റ് ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാത്റൂം ഒന്ന് അത്രയും നല്ലൊരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ടൈലുകളുടെ കളർ ടോൺ. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്.
ഫസ്റ്റ് ഫ്ലോറിലും നമ്മൾ ഓണിക്സ് വൈറ്റ് നാച്ചുറൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ക്ലൗഡി കളറിലുള്ള നല്ല വൈറ്റ് ക്ലൗഡ്സിൻ്റെ കളറുള്ള ഒരു ടൈലായതുകൊണ്ട് തന്നെ റൂമിൽ നല്ലൊരു ലൈറ്റിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂമിലാണ് ഉള്ളത്. ഈ ബെഡ്റൂം വളരെ അട്രാക്റ്റീവായിട്ട് നന്നായിട്ട് ഇൻറ്റീരിയർ ചെയ്തൊരു റൂമാണിത്. അപ്പോൾ ഇവിടെ എനിക്ക് ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ ഈ റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓണിക്സ് വൈറ്റ് നാച്ചുറൽ തന്നെയാണ്. അപ്പോൾ ഈ ഡിജിമാറ്റ് ടൈലുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ബെയർ ഫൂട്ടുകൾക്ക്, അതായത് നമ്മൾ ചെരുപ്പിടാതെ നമ്മുടെ കാലുകൾ മാത്രം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലൊരു ഫീല് തരുന്നൊരു ഫിനിഷാണ് ഇത്. ഇത് മാറ്റ് ടൈലല്ല, പക്ഷെ എന്നാൽ ഗ്ലോസിയും അല്ല. അപ്പോൾ അത്രയും ഒരു വെൽവെറ്റ് ഫിനിഷാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കാലുകൾക്ക് ഏറ്റവും സുഖപ്രദമായ രീതിയിലുള്ള ഒരു ഫീല് തരുന്ന ടൈലുകളാണ് ഈ ഡിജിമാറ്റ് ടൈലുകൾ. അതോടൊപ്പം തന്നെ ഇത് ഹൈ ട്രാഫിക് ഏരിയയിൽ ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെയിൻ ഫ്രീ ആണ്, സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ് ഈ സ്വിമ്മിംഗ് പൂൾ. സാധാരണ ഇതിൽ നമ്മുടെ നാട്ടിലെ വീടുകളിൽ ഫസ്റ്റ് ഫ്ലോറിലൊരു സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് വളരെ അപൂർവതയാണ്. പക്ഷേ ഇവിടെ നല്ലൊരു കൊച്ചു സ്വിമ്മിംഗ് പൂള് അബ്ദുൽ അസീസ് ഒരുക്കിയിട്ടുണ്ട്. വളരെ ചെറിയൊരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ഇതിലൊരു സാധാരണ നമ്മൾ പൂളുകളിൽ കാണുന്ന പോലെയുള്ള പൂൾ ടൈലാണ് ഞങ്ങളിതിൽ സപ്ലൈ ചെയ്തത്. ഒരു ബ്ലൂയിഷ് കളറിലുള്ള ടൈലാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ലെഡ്ജിൽ ഉപയോഗിച്ചിരിക്കുന്നത് കജാരിയുടെ റോക്കർ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ലെപ്പാട്ടോ ഫിനിഷിലുള്ള ടൈലുകളാണ്, ലെതർ ഫിനിഷിലുള്ള ടൈലാണ്. അപ്പോൾ ഇത് വെള്ളം കൊള്ളുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പ് കിട്ടുന്ന ഒരു ടൈലാണ് റോക്കർ ബ്ലാക്ക് ടൈലുകൾ. വളരെ ഞങ്ങൾ ഒരുപാട് സൈറ്റുകൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ, നമ്മൾ ആൻറ്റി സ്കിഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, വെള്ളം വീഴുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ടൈല് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് 6x4 സൈസിലുള്ള ടൈലാണ്. 15 mm തിക്നെസ്സും ഈ ടൈലിലുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഇത് ഒരു വെറ്റ് ഏരിയ ആണത്. ശരിക്കും ഇവിടെ ഒരു ഷവറൊക്കെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ തീർച്ചയായും വെറ്റാവുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കജാരിയുടെ റോക്ക് ഫിനിഷിലുള്ള ഒരു ടൈലാണ്. 4x2 സൈസിലുള്ള ഫുൾ ബോഡി റോക്ക് ഫിനിഷ് ടൈലാണ് ഇതിൻ്റെ ഈ ഒരു വെറ്റ് ഏരിയയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്ക് ഒരു R10 സീരീസിലൊക്കെയുള്ള ടൈലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഹൈലി ആൻറ്റി സ്കിഡ് ആയിട്ടുള്ള, ആൻറ്റി സ്ലിപ്പറി ആയിട്ടുള്ള ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പൂൾ ഏരിയയുടെ വാളിൽ ഉപയോഗിച്ചിരിക്കുന്നത് നാച്ചുറൽ ക്ലാഡിംഗ് ആണ്. ഒരു ബീച്ച് കളറിലുള്ള ടൈനി സ്ട്രിപ്പുകളായിട്ടുള്ള ഒരു നാച്ചുറൽ ക്ലാഡിംഗ് ടൈലാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈലാണ്, പക്ഷേ ഈ ഒരു ആംബിയൻസുമായിട്ട് വളരെയധികം മാച്ച് ആവുന്ന ഒരു ടൈലായതുകൊണ്ടായിരിക്കണം അബ്ദുൽ അസീസ് ഇവിടെ ഒരു നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളെ ഫ്ലോറിൽ ഒരു റോക്ക് ഫിനിഷ് ടൈലായതുകൊണ്ട് തന്നെ ആ റോക്കി ഫിനിഷ് ആയിട്ടുള്ള ടൈലിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഒരു നാച്ചുറൽ റോക്ക് ഫിനിഷിലുള്ള ടൈൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഈ റൂമിൻ്റെ ഒരു കിഡ്സ് റൂമാണ്. ഇവിടെയും ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് 6x4 ഓണിക്സ് വൈറ്റ് നാച്ചുറൽ തന്നെയാണ്. ബങ്കർ ബെഡൊക്കെ ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു റൂമാണ്. വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു വ്യത്യസ്തമായ ഒരു ടൈലാണ്. ഇത് സൺഹാർട്ടിൻ്റെ 80-240 സൈസിലുള്ള വലിയ സ്ലാബാണ്. ലൈക്ര അർബൻ വൈറ്റ് എന്ന് പറഞ്ഞ ഒരു ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഗ്രിപ്പ് കിട്ടുന്ന ഒരു ടൈലാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ, ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതൊരു ക്വാർട്സ് ആണോ അതോ ഇറ്റാലിയൻ മാർബിൾ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കൂടെ വരും. അപ്പം അത്രയും റിച്ച്നെസ് ഉള്ള ഒരു ടൈല് കൂടിയാണ്. ശരിക്ക് ഇത് രാത്രി കാലങ്ങളിൽ നമ്മളൊരു നല്ലൊരു വാം ലൈറ്റ് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ടൈലാണ് ഈ ലൈക്ര വൈറ്റ്. ഇത് സൺഹാർട്ട് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് സിറ്റ് ഔട്ടിലിടാൻ പറ്റിയൊരു ടൈലാണ്. കാരണം ഇത് ഹൈലി
സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ വെയർ ആൻഡ് ടയർ തീരെ വരില്ല. വളരെ മനോഹരമായ ഒരു കളർ കൂടിയാണ് ഈ ലൈക്ര വൈറ്റിന്റെ കളർ.